വാർത്തകളിലേക്ക്. തീപിടുത്തമുണ്ടായ വാൻഹായ് കപ്പലിലെ VDR പരിശോധന ഇന്ന് നടക്കും. പരിശോധനാ റിപ്പോർട്ട് DG ഷിപ്പിംഗിന് സമർപ്പിക്കും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇന്നത്തെ പരിശോധനയിൽ ഈ തീപിടുത്തമടക്കം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമാകുമെന്നാണോ മനസ്സിലാവുന്നത്? ജിൽസി, തീപിടിച്ച വാൻഹായ് കപ്പലിലെ VDR അതായത് വോയേജ് ഡേറ്റ റെക്കോർഡർ ഇന്നലെ വൈകിട്ടാണ് കൊച്ചിയിൽ എത്തിച്ചത്. ഇത് സാൽവേജ് കമ്പനിയായ T&D സാൽവേജ് അധികൃതർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇത് കപ്പലിന്റെ ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് ഈ VDR പരിശോധിക്കുന്നത്. ഈ VDRൽ നിന്നും കപ്പൽ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളുടെ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് DG ഓഫ് ഷിപ്പിംഗ്, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനുള്ളത്. ഈ റിപ്പോർട്ട്, ഈ VDR പരിശോധനയുടെ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കപ്പലിന്റെ വേഗം, ദിശ, ക്രൂ അംഗങ്ങളുടെ സംസാരം, മറ്റ് കപ്പലുകളുമായുള്ള ആശയവിനിമയം, ഒപ്പം തന്നെ ഈ കപ്പൽ കമ്പനിയുമായുള്ള ആശയവിനിമയം തുടങ്ങിയവയെല്ലാം തന്നെ ഈ VDRൽ ഉണ്ടാകും. ഏതായാലും നിലവിൽ ഈ കപ്പലിനെ 72 മണിക്കൂറിനകം 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് കൊണ്ടുപോകാൻ കപ്പൽ കമ്പനിക്ക് DG ഷിപ്പിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പലിൽ നിന്നും ഇന്ധനച്ചോർച്ച ഉണ്ടായാൽ മലിനീകരണ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. പൂർണ്ണമായി തീ ഇതുവരെ അണഞ്ഞിട്ടില്ല. പൂർണ്ണമായി തീ അണഞ്ഞു കഴിഞ്ഞാൽ കപ്പലിനെ ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ തോതിലുള്ള പുക കപ്പലിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ഈ തീപിടുത്തത്തെ തുടർന്ന് കപ്പലിന്റെ ഘടനയ്ക്ക് കാര്യമായി മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രീലങ്കൻ തീരത്തേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ VDR പരിശോധന കഴിയുമ്പോൾ കപ്പലപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ അന്വേഷണ സംഘത്തിനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനുമൊക്കെ ഉള്ളത്. ജിൽസി.